ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ എന്ന മുദ്രാവാക്യവുമായി കേരളത്തിലെ കാലടിയിൽ നിന്ന് പുറപ്പെട്ട സംഘം കുപ്വാരയിലെത്തി. നാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ആർ രാമാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘം തത്സമയം ജനൻ ടിവിയോട് പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. പെൽഗാം അറ്റാക്കിന് ശേഷം ആദ്യമായിട്ട് ഭാരതം അതിന്റെ നിയന്ത്രണ രേഖയിലേക്ക് നോൺ റെസിഡൻസ് ആയിട്ടുള്ള ആളുകളെ അനുവദിക്കുന്നത് ഞങ്ങളെയാണ്. അതെ, ഒരു കാര്യത്തിലും മാറ്റം വന്നിട്ടില്ല. ഒരു ദിവസം പോലും നമ്മൾ എവിടെയും വൈകിട്ടില്ല. അത് ഞങ്ങൾ ക്രമീകരിച്ചല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ക്രമീകരിച്ച ചിലപ്പോൾ പറ്റൂലായിരുന്നു. അതൊരു ഡിവൈൻ ഹാൻഡ് ആണെന്നാണ് വിശ്വസിക്കാൻ ഇഷ്ടം. എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് അത് നടന്നു. ഏതാണ്ട് 83 കിലോമീറ്റർ അകലെയാണ് ടീത്വാളിലെ ശാരദാ ക്ഷേത്രം. നാളെ രാവിലെ ഒരു 6 മണിയോടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് നാളെ ഒരു കോൺവോയ്, ആർമി പോലീസിന്റെ ഒക്കെ ഒരു കോൺവോയ് വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് കമ്മീഷണർ നമ്മുടെ കൂടെ, ഡിസ്ട്രിക്ട് കളക്ടർ ഞങ്ങൾ ഇന്ന് പോയി കണ്ടിരുന്നു. ഡിസ്ട്രിക്ട് കളക്ടർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3 മണിക്കൂർ റൈഡ് ചെയ്യാനുണ്ട്. വളരെ ടഫായിട്ടുള്ള റോഡാണ്, മഞ്ഞൊക്കെയുള്ള വഴിയാണ്. മാത്രമല്ല വളവുകളും തിരിവുകളും ഒക്കെ ആയിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു വഴിയാണ്. പക്ഷെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇതുവരെ അപകടമൊന്നും ഇല്ലാതെ ചെന്നെത്തിയ പോലെ ചെന്നെത്താൻ പറ്റും. ശാരദാ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. നമ്മുടെ മെസ്സേജ് ശങ്കര ടു ശാരദ, ചലോ LOC, ബുള്ളറ്റ്സ് അഗൈൻസ്റ്റ് ബുള്ളറ്റ്സ്, ഇത് മൂന്നും സാർത്ഥകമാകുന്ന ഒരു ദിനമാവും നാളെ എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരു ആർമി ഓഫീസറാണ് അദ്ദേഹം, ചേർത്തല ഉള്ള ആളാണ്. അദ്ദേഹത്തിനോട് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഇത്രയും ഇത് ഒരു പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടുള്ള ഒരു യാത്രയാണ് അവരുടേത്. കാരണം ഇവിടുത്തെ ആദ്യമായിട്ട് ഒരു പെർമിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞിട്ട് വളരെ 10-15 മിനിറ്റിനും പെർമിഷൻ കിട്ടുകയും അവിടത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യ സിവിലിയൻസ് ആണ് ഇവരുടെ സംഘമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇതേപോലുള്ള ഒരു ദുർഘട ഘട്ടത്തിൽ, ഒരു ദുർഘട യാത്രയിലും ആദ്യം എത്തുന്നത് നമ്മുടെ മലയാളി സംഘം തന്നെയാണ്. അതിൽ വളരെ സന്തോഷം. ഇനി ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രം അവർക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് എല്ലാവിധ ആശംസകളും അവർക്ക് നേരുന്നു. നമുക്കിവിടെ ആശംസ, നമ്മുടെ ഇന്ന് കാണാൻ വന്നിരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട്. അവരെയും കൂടി ഒന്ന് സംസാരിപ്പിക്കണം എന്ന് കരുതുന്നു. ഒന്നുമില്ല, നമ്മുടെ ഇവിടെ ഒരു മക്ബൂൽ ജി ഉണ്ട്. അദ്ദേഹം ജാവേദ് മക്ബൂൽ, അദ്ദേഹം വേറെ കോളിലായി പോയി. അദ്ദേഹം സംസാരിക്കാന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ട്വീറ്റ് 2 തവണ നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ റീട്വീറ്റ് ഒക്കെ ചെയ്താണ്. അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. ഒരു ന്യൂസ് റിപ്പോർട്ടറും, യഹിയ സുൽത്താൻ എന്ന് പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടറും നമ്മൾ റിസീവ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം ജാവേദ് മക്ബൂൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ദിസ് ഇസ് എ ചാനൽ, they have been supporting us for a long time. So you can share your thoughts on us. Good evening sir. ये जो हमारे जो भाई आए हैं केरला से एक यात्रा लेके, तो हम इनका बहुत दिल से शुक्रिया अदा करते हैं और इनको वेलकम करते हैं यहाँ. और जो इनकी मैसेज है या जो इनका इनिशिएटिव है उसको भी हम सपोर्ट कर रहे हैं यहाँ पे. Thank you sir. वंदे मातरम.